N20 News. നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കീം 2025 മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ വീണ്ടും അവസരം. ഡൽഹി യൂണിവേഴ്സിറ്റി UG പ്രവേശനം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചു. കീം 2024 രണ്ടാമത്തെ റീഫണ്ട് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. റീഫണ്ട് തുക ഈ മാസം ലഭിക്കും. JEE മെയിൻ 2025 രണ്ടാമത്തെ സെഷൻ പേപ്പർ 1 ഏപ്രിൽ 2 മുതൽ. അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ മാർച്ച് 29. സ്കോൾ കേരള സിലബസിൽ അഡീഷണൽ വിഷയമായി മാത്തമാറ്റിക്സ് പഠിക്കാം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം ഇന്ന് മാർച്ച് 12 5 മണിക്ക് അവസാനിച്ചു. വിശദവിവരങ്ങളുമായി ശ്രീദേവി നമ്മോടൊപ്പം ചേരുന്നു. കേരള എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷ അപേക്ഷാ സമർപ്പണം അവസാനിച്ചു. തിരുത്തലുകൾക്ക് അവസരം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ അപേക്ഷാ സമർപ്പണം മാർച്ച് 12 അവസാനിച്ചു. എന്നാൽ അപേക്ഷകർക്ക് വിവിധ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും അവസരമുണ്ട്. വിവിധ കമ്മ്യൂണൽ റിസർവേഷൻ, NRI, മൈനോറിറ്റി, വരുമാന സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ മാർച്ച് 15 വരെ അപേക്ഷകർക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷയിൽ പേര്, ജനന തീയതി, ഫോട്ടോ, ഒപ്പ് എന്നിവയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ആദ്യവാരം തിരുത്താൻ അവസരമുണ്ടാകും. ഓരോ വിദ്യാർത്ഥിയും അപ്ലോഡ് ചെയ്ത കാറ്റഗറി സർട്ടിഫിക്കറ്റുകളിലെ തെറ്റുകൾ തിരുത്തുന്നതിന് മെയ്, ജൂൺ മാസങ്ങളിൽ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി അവസരം ലഭിക്കും. അപേക്ഷകർ അപ്ലോഡ് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റുകളും കേരള എൻട്രൻസ് കമ്മീഷണർ പരിശോധിക്കും. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി അറിയിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷകൾ cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ UG പ്രവേശനത്തിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ admission.uod.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. എല്ലാ പ്രോഗ്രാമുകളിലേക്കും NTA നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET 2025 പെർസെന്റേജ് സ്കോർ അനുസരിച്ച് പ്രവേശനം, സീറ്റ് അലോക്കേഷൻ, അഡ്മിഷൻ എന്നിവയ്ക്ക് എല്ലാ വിദ്യാർത്ഥികളും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ജൂൺ മാസത്തിൽ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിൽ പ്രത്യേകം അപേക്ഷിക്കുകയും വേണം. കേരള എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, BPharm എന്നീ വിഭാഗത്തിൽ 2024-25 അധ്യയന വർഷത്തേക്ക് കേരള അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും എന്നാൽ സീറ്റുകളൊന്നും ലഭിക്കാത്തവർക്കും സ്വകാര്യ കോളേജിൽ നിന്നും ഗവൺമെന്റ് കോളേജിലേക്ക് മാറ്റം ലഭിച്ചതുൾപ്പെടെ കേരള എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ഫീസ് അടച്ചത് തിരികെ ലഭിക്കുവാൻ അർഹതയുള്ളവരുടെ രണ്ടാമത്തെ റീഫണ്ട് ലിസ്റ്റ് cee.kerala.government.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്കായി cee.kerala.government.in എന്ന വെബ്സൈറ്റ് വഴി സന്ദർശിക്കുക. JEE മെയിൻ BTech പ്രവേശനത്തിലുള്ള പേപ്പർ 1 രണ്ടാമത്തെ സെഷൻ പരീക്ഷ ഏപ്രിൽ 2, 3, 4, 7, 8 തീയതികളിൽ ഓൺലൈൻ എക്സാമായി നടക്കും. BArch, B പ്ലാനിംഗ് എക്സാം പേപ്പർ 2A, 2B എക്സാം ഏപ്രിൽ 9 ഫസ്റ്റ് ഷിഫ്റ്റിൽ നടക്കുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡുകൾ മാർച്ച് 29 മുതൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഏറ്റവും ഉയർന്ന പെർസെന്റേജ് സ്കോർ അനുസരിച്ച് ഏപ്രിൽ 17 ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറിക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ ഇക്കണോമിക്സ് ഒരു വിഷയമായിട്ടുള്ള വിവിധ വിഷയ കോമ്പിനേഷനുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന റെഗുലർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കോൾ കേരള മുഖേന അഡീഷണലായി മാത്തമാറ്റിക്സ് വിഷയം മാത്രം രജിസ്റ്റർ ചെയ്ത് പഠിക്കുവാൻ അവസരമൊരുക്കി കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ദേശീയ മത്സര പരീക്ഷകൾക്ക് മാത്തമാറ്റിക്സ് നിർബന്ധ വിഷയമായതിനാൽ വിദ്യാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.